യെസ് ഹലോ ബച്ചോ ഹായ് നമസ്തേ. സോ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ക്വിക്കായിട്ട് ഈ പാഠഭാഗങ്ങളിലെ इंपॉर्टेंट क्वेश्चंस മനസ്സിലാക്കി പോയല്ലോ. तो बच्चों फटाफट चलते हैं. रेडी? सो फटाफट इस वीडियो को लाइक करो. सो कमेंट भी करना है, आप लोगों को कमेंट भी करना चाहिए. रेडी? देखते हैं. सो മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ് ജബ് ഹം ധീരെ ചലത്തെ ഹൈ. നമ്മൾ കാൽനടയായി നടക്കുമ്പോൾ അല്ലെ, നമ്മൾ കാൽനടയായിട്ട് പതുക്കെ നടക്കുമ്പോൾ അല്ലെ, പതുക്കെ ജബ് ഹം ധീരെ ചലത്തെ ഹൈ, നമ്മൾ പതുക്കെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു പാഠഭാഗമാണ് അല്ലെ. പതുക്കെ നടക്കുമ്പോൾ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ആരാണ് എഴുതിയത്? എലൻ ഷായാണ്. ആരാണ്? എലൻ ഷാ. ട്രാവലോഗാണ്, അദ്ദേഹത്തിന്റെ ഒരു യാത്രാവൃത്തമാണ്. സോ സ്ലോ ട്രാവലിനെ കുറിച്ചാണ്, പതുക്കെ നടക്കുന്നതിനെ കുറിച്ചും പ്രകൃതിയുടെ ആർട്ട് ഭംഗിയും ഹ്യൂമൻ കണക്ഷനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിയോക്കോ ഗദ അല്ലെ, വളരെ രസകരമായി പഠിച്ചൊരു പാഠഭാഗമാണ്. ആശയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം. ലേഖകന് 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ 1 മാർക്ക് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. ലേഖകനെ യാത്രക്കില്ലേ ഹാ ക്യൂ കാ. ലേഖകൻ എന്തുകൊണ്ടാണ് ലുവാന ചോദിച്ച സമയത്തില്ലേ ഹാ എടി ഞാൻ യാത്രക്ക് തയ്യാറാണ്, നിങ്ങളുടെ കലാ തിയേറ്റർ എന്ന പരിപാടിയിലൂടെ ഞാനും തയ്യാറാണ് വരാൻ എന്ന് ലേഖകൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ क्योंकि लुवाना और उनके ग्रुप कला थिएटर का प्रोजेक्ट बहुत दिलचस्प था. ലുവാനയും അതുപോലെ തന്നെ അവരുടെ പ്രൊജക്ടിന്റെ ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഉനക്ക മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവം ലേനാത്ത. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോ ട്രാവൽ അനുഭവിക്കുക എന്നാണ്. ജിസ്മേ ഗദ ഫിയോക്ക മധ്യകാലീൻ രാസ്തേ പർ ചലന था. ലേഖക് को यह विचार बहुत पसंद आया. മധ്യകാലീൻ യാത്രയിലൂടെയാണ് യാത്ര, അതുകൊണ്ടാണ് ലേഖകന് വളരെ ഇഷ്ടപ്പെട്ടു. ആശയ സ്പഷ്ടീകരണം എന്നൊരു ചോദ്യമാണ്. മേരെ പാസ് ഹാ കെ അലാവ കോയി ജവാബ് നാ താ. എൻ്റെ അടുത്ത് ഹാ എന്നല്ലാതെ വേറൊരു മറുപടി ഇല്ല. ലേഖകനെ ഇസ് കഥൻ കാ ക്യാ ആശയ ഹൈ. ലേഖകനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇസ്കാ ആശയ കി ലുവാന കാ പ്രസ്താവാണ്, ലുവാനയുടെ ഓഫറാണ്. കാരണം ഇത്തന അനോഖ और आकर्षक था कि लेखक उसे मना नहीं कर पाया. അതിനെ ഒഴിവാക്കാൻ ലേഖകന് സാധിച്ചില്ല. एक कलाकार होने के नाते वे अनोखी यात्रा का हिस्सा बनना चाहते हैं. ഒരു കലാകാരൻ ഉപരി എന്താണ്? ഇത്രയും വളരെ രസകരമായിട്ടുള്ള അനോഖ, വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ മൂല്യമുള്ള ഈ ഒരു യാത്രയെ അനുഭവിക്കുക എന്നൊരു മധ്യകാലീന മാർഗത്തിലൂടെയാണ് പോകുന്നത്. നടന്നു പോവാണ്, സ്ലോ ട്രാവലാണ്, ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാം, നിങ്ങൾ അതിന്റെ കൂടെ ചിത്രം വരച്ച എന്ന് പറഞ്ഞാൽ ലുവാനയുടെ ഓഫർ ലേഖകന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? റിജക്ട് ചെയ്തിട്ടില്ല, അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. ഘടന का विश्लेषण. बालकनी में खड़ी महिला के लिए मैथ्यू ने वही खड़े होकर परफॉर्म किया. यहाँ मैथ्यू कौन मैथ्यू कौन सा मनोभाव प्रकट होता है? ആ ഒരു ഹ്യൂമൻ കണക്ഷന്റെ കാര്യമാണ്. മാത്യുയുടെ ഏത് മനോഭാവമാണ് നമുക്കിവിടെ പ്രകടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. യഹാ മാത്യു ഒക്കെ സംവേദനശീലാണ്, ആ ഒരു സെൻസിറ്റീവിറ്റിയാണ്, സംവേദനശീലാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതും ദയാലുതയുമാണ്. പ്രകട होती है. जब महिला को चल नहीं सकती तो मैथ्यू उनका दिल रखने के लिए सड़क पर ही സംഗീത് ബജാന ശുരു കർ ദിയ. റോട്ടിൽ തന്നെ എന്താണ് ആ ഒരു പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ സിംബോളിസം എന്താണ്? ഫിയോക്കോ യാത്രാമേ കിസ് ബാത് കാ പ്രതീക് താ. ഫിയോക്കോ യാത്രയിൽ ഏതിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. ഫിയോക്കോ ധീമി ഗതി കാ പ്രതീക് താ. ഫിയോക്കോ എന്ന് പറയുന്നത് വളരെ പതുക്കെ നടക്കുന്നതിന്റെ പ്രതീകമാണ്. നിയം യഹ്താക്കി ജഹാ ജഹാ ഫിയോക്കോ റുക്കേഗ വഹാ വഹാ ഹംബി റുക് ജായേഗ. എവിടേക്കാണ് ഫിയോക്കോ നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മൾ നിൽക്കും എന്ന് പറഞ്ഞത് ഫിയോക്കോ ആണ്. ഈ ഒരു യാത്രയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. 5 മാർക്കിനുള്ള ചോദ്യം ഇങ്ങനെയാവാം. ഡയറി എഴുതൂ. यात्रा के अंतिम दिन जब बारिश की बूंदें ने लेखक के चित्र में पत्ते बनाए तो वह पल जादुई पल बन गए. उस रात का जो लेखक എലൻ ഷാ की जो ഡയറി എഴുതാനാണ് പറഞ്ഞത്, ആ ദിവസത്തെ ലേഖകൻ ഡയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഡയറി എന്ന് പറഞ്ഞത്. 4 മാർക്കിന് ചോദിക്കാൻ നിങ്ങൾക്ക് വളരെ ചാൻസ് ഉള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എലൻ ഷായുടെ അന്നത്തെ ഡയറി. സോ ഡയറിയുടെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. സോ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? നേരെ ദിൻ താരിഖ് എഴുതിയാൽ മാത്രം മതി. അല്ലെ ദിന് വേണം, അതുപോലെ തന്നെ എന്താണ് താരിഖും വേണം അല്ലെ. ദിൻ അതുപോലെ തന്നെ താരിഖാണ് ഡയറിയിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. സോ എന്തൊക്കെയാണ് ഇവിടെ അതിനുശേഷം എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആജ് കാ ദിൻ മേരി ജിന്ദഗി കാ സബ്സെ യാദ്ഗാർ ദിൻ താ. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ദിവസമാണ്. സോ മേ ഉസ് സൂഖേ പേട് കാ ചിത്ര ബനാ രഹാ താ. മേ ഉസ് സൂഖേ പേട്, ഞാൻ ആ ഒരു ഉണങ്ങിയ ആ മരത്തിന്റെ ചിത്രം വരക്കുമായിരുന്നു. അചാനക് ബാരിഷ് ഹോനെ ലഗേ, പെട്ടെന്ന് എന്താണ് മഴ വരാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മേനെ സ്കെച്ച് ബുക്ക് ഖുലി ഛോഡ് ദി. ഞാൻ സ്കെച്ച് ബുക്ക് എന്താണ് തുറന്നു വെച്ചു. ബാരിഷ് കി ബൂന്ദേനെ ഖുദ് ബഖുദ് ചിത്രമേ പത്തേ ബനാ ദിയേ. ആ ബാരിഷിന്റെ മഴയുടെ തുള്ളികൾ വന്ന് സ്വയം എന്താണ് അവിടെ ചിത്രം പണിഞ്ഞു. പ്രകൃതി ബി ഏക് കലാകാർ ഹെ. പ്രകൃതി എന്ന് പറഞ്ഞ ഒരു കലാകാരനാണെന്ന് അദ്ദേഹം പറയുന്നു. സോ കോൺവെർസേഷൻ ഏതാണ് പറഞ്ഞത്? ജബ് ഫിയോക്കോ നദി പാർ കർനെ സെ മനാ കർ ദേതാ. ജബ് ഫിയോക്കോ നദി പാർ കർനെ സെ. ഡയറി ക്ലിയർ അല്ലേ? ഡയറി കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? പ്രകൃതി ബി കലാകാർ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ ദിവസത്തെ ഡയറി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. സോ എന്താണ് അടുത്തത്? ഫിയോക്കോ കോൺവെർസേഷൻ ചോദിക്കുവാണ്. ജബ് ഫിയോക്കോ നദി പാർ കർനെ സെ മനാ കർ ദേത്തെ. ഫിയോക്കോ എന്താണ് നദി ക്രോസ് ചെയ്യുന്നതിനെ ഒഴിവാക്കിയ സമയത്ത് എലിയ और ക്രിസ്റ്റീന के बीच क्या बातचीत होगी. എലീനയും ക്രിസ്റ്റീനയും തമ്മിൽ എന്താണ് ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. എന്തൊക്കെയാണ്?
എലിയ പറയാണ് അരേ ഫിയോക്കോ ചെലോ ആകെ ബടോ ഹം ലേറ്റ് ഹോ രഹേ ഹേ, നമ്മൾ ലേറ്റ് ആവുകയാണ്, ഫിയോക്കോ പോകൂ എന്ന് എലിയ പറഞ്ഞു. അപ്പൊ ക്രിസ്റ്റീന പറയും എന്താണ്, ലഗ്താ ഹേ യേ പാനി സെ ഡർതാ ഹേ, എന്താണ് വെള്ളത്തിനെ പേടിക്കുന്നു. എലിയ മേനെ ബഹുത് കോശിഷ് കി പർ യേ തോ ടസ് സെ മസ്ന ഹി ഹോ രഹാ ഹേ, ടസ് സെ മസ്ന ഹോന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അനങ്ങുന്നില്ല അല്ലേ, അനങ്ങുന്നില്ല ആര്, ഫിയോക്കോ. അപ്പൊ ക്രിസ്റ്റീന പറയാണ് റുക്കോ മേരെ പാസ് ഏക് ഉപായ് ഹേ. അപ്പോൾ എന്താണ് ക്രിസ്റ്റീന ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, ഗേഹിക്ക് ബലിയ ദിക്കാത്തിയെ. ക്രിസ്റ്റീന എന്ത് ചെയ്യുന്നു, ഗേഹുവിന്റെ ബലി, ആര് ഗോതമ്പിന്റെ കതിരി കാണിക്കുന്നു. സോ എലിയ പറയുന്നു അരേ വാ ബലിയ ദേഖ്തേ ഹി ക്യാ ഹേ യേ ചലനെ ലഗാ. ഫിയോക്ക് എന്താണ് ആ ബലിയ കണ്ടപ്പോൾ തന്നെ അതിനെ പിടിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നദിയും ക്രോസ് ആയി എന്ന് പറഞ്ഞ രണ്ടുപേരുടെ എലിയും അതിന്റെ ക്രിസ്റ്റീനയും കോൺവെർസേഷൻ ആണ്. സോ ട്രാവലോഗ് യാത്ര വിവരണ ഇതാണ് പറയുന്നത്, ധീമി ഗതി സെ യാത്ര കർനെ കാ മജ. ഓക്കെ, എന്താണ് ദ ജോയ് ഓഫ് സ്ലോ ട്രാവൽ എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ട്രാവലോഗ് റൈറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് ആജ്കൽ ലോഗ് സിർഫ് മഞ്ചിൽ പർ പഹുഞ്ചനേക്ക് ജൽദി മേ രഹേ രഹത്തെ ഹേ. എല്ലാവരും എന്താണ് തന്റെ ഡെസ്റ്റിനേഷൻ, മഞ്ചിൽ കാ മത്ലബ് ഹോത്താ ഹൈ ഡെസ്റ്റിനേഷൻ, എല്ലാവരും എന്താണ് തങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള തിടുക്കത്തിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. മറിച്ച് എന്താണ് ധീരെ ചെല്ലനെ പർ, ധീരെ പതുക്കെ പോകുന്നതിലൂടെ എന്താണ് ലോഗോ ക്യാ ഹേ ഹം പ്രകൃതി കോ ഖരീബ് സെ ദേഖ് പാത്തെ. പതുക്കെ പോകുമ്പോൾ നമ്മൾ പ്രകൃതിയെ കൂടുതൽ ആഴത്തിൽ കാണുന്നു. രാസ്തേ മേ മിൽനെ വാലെ ലോഗോ സെ ദോസ്തി കർ പാത്തെ, വഴികളിലൂടെ കാണുന്ന ആൾക്കാരുമായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. മനക്കോ ശാന്തി മിൽത്തി ഹേ, മനസ്സിന് ശാന്തി കിട്ടുന്നു. ജേസയ്ക്ക് പാഠമേ ലേഖകനെ അനുഭവിക്കുക, ഈ ലേഖനത്തിൽ ജേസി പാഠഭാഗത്തിൽ എന്താണ് ലേഖകന് കിട്ടിയ പോലത്തെ എന്താണ് ആ ഒരു അനുഭവം നമുക്കും കിട്ടും. ജേസയ്ക്ക് പാഠമേ ലേഖകനെ അനുഭവിക്കുക എന്നൊരു കാര്യം, ലേഖകന് കിട്ടിയ പോലത്തെ അനുഭവം നമുക്കും എന്താണ് സ്ലോ ട്രാവൽ ചെയ്യുന്നതിലൂടെ കിട്ടും എന്നൊരു കാര്യമാണ് നമുക്ക് എന്താണ് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നത്. അടുത്തെന്താണ് ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ചോദിക്കുവാണെന്നാണ്, മുഹാവര കർത്ത് ഇഡിയം ചോദിക്കുവാണ്. ടസ്സെ മസ്ന ഹോ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, ബിൽക്കുൽ നാ ഹിൽന അനങ്ങാതിരിക്കുക, അതാണ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്. ഫിയോക്കോ നദിക്ക് കിനാരെ കടേ ഹോത്തെ ടസ്സെ മസ്ന ഹുവ എന്ന് പറഞ്ഞാൽ ഫിയോക്കോ അനങ്ങാതിരുന്നു എന്ന് പറഞ്ഞത്. സോ വാക്യശുദ്ധിയാണ്. എന്താണ് ചലത്തെ ചലത്തെ, നാച്ചത്തെ നാച്ചനെ ഗാനെ, പീച്ചെ പീച്ചെ, അലഗ് അലഗ്. സോ പാട് സെ ചുൻകർ ലിഖെ, വാക്യശുദ്ധിയല്ല, പാട് ക്യാ ഹേ ശബ്ദ യുഗ്മാണ്, ഒരേപോലുള്ള ചലത്തെ ചലത്തെ, നാച്ചനെ ഗാനെ, പീച്ചെ പീച്ചെ, അലഗ് അലഗ്, ഒരുപോലത്തെ എന്താണ് വേർഡ് പേഴ്സ് സെലക്ട് ചെയ്യാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്തു മാത്രമാണ്. സഹി മിലാൻ കരെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ലുവാനോ ആരാണ്, ലുവാനോ ഡാൻസർ ആണ്. അടുത്ത ആരാണ്, മെത്തയോ എന്ന് പറഞ്ഞ ആരാളായിരുന്നു, അക്കോർഡിയൻ പ്ലെയർ ആയിരുന്നു, അക്കോർഡിയൻ വായിച്ച സംഗീതകാരായിരുന്നു. യെസ് 1 3 2 1. ഫിയോക്കോ ആരാണ്, ഗദയാണ്. സോ 4 എലിയ, ഗദേക്ക മാലിക്കാണ്. സോ ക്ലിയർ അല്ലേ, ക്ലിയർ. സോ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, 1 സെക്കൻഡ്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ കാണുവാണെങ്കിൽ ലുവാന നേരെ പോവും, ഡാൻസറാണ്. മെത്തയോ സംഗീതകാരാണ്. ഫിയോക്കോ ഗദയാണ്. 4 തന്നെയാണ്. ഗദേക്ക മാലിക്കാണ് ആര്, എലിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ ക്ലിയർ അല്ലേ. ഇതുപോലെ തന്നെ വാക്യ ചുൻകർ, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. ക്ലിയർ അല്ലേ. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത യൂണിറ്റിലേക്ക് കിടക്കാം. ക്യാ ഹേ ഹമാരി ജോ അഗല യൂണിറ്റ്, സയാനി ബുവ ആണ് അല്ലേ. 8ാം ക്ലാസ്സിൽ നമ്മൾ വളരെ രസകരമായി പഠിച്ചതാണ് മന്നു ഭണ്ഡാരിയുടെ ബുവാജി എന്ന് പറയുന്നത് മന്നു ഭണ്ഡാരിയുടെ അച്ഛൻ്റെ അനിയത്തിയായിട്ട് വരുന്നതാണ് ബുവ എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു റിലേഷനാണ്, അവരെ കുറിച്ചാണ്. അവരെന്താണ് സയാനി ബുവ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ബുവ എന്താണ്, ഒബ്സെഷൻ വിത്ത് ഡിസിപ്ലിൻ ആണ്, വളരെ ഡിസിപ്ലിൻ പ്രിയ ആയിട്ടുള്ള ഒരാളാണ് സയാനി ബുവ. സോ ലോസ് ഓഫ് സ്പോണ്ടാനിറ്റി, ചൈൽഡ്ഹുഡ് സൈക്കോളജി എന്നൊരു കാര്യമുണ്ട്. മെയിൻ ക്യാരക്ടറാണ് സയാനി ബുവ ആണ്. അപ്പൊ അന്നുവിന്റെ ആണ് ചൈൽഡ്ഹുഡ് സൈക്കോളജി നമ്മളിവിടെ കാണാൻ പോകുന്നത് അല്ലെ. സയാനി ബുവ എന്ന കാഠത്തിൽ എന്താണ്, മന്നു ഭണ്ഡാരി സയാനിയുടെ വീട്ടിൽ നിൽക്കാൻ വരുന്ന സമയത്ത് ചെറിയ പ്രായമുള്ള അന്നു എന്ന് പറഞ്ഞ കുട്ടിയുടെ ആ ഒരു അനുശാസനപ്പില്ല, ആ ഡിസിപ്ലിൻ കണ്ടിട്ട് ആര് ഞെട്ടിപ്പോവാണ്, സയാനി ഞെട്ടിപ്പോവാണെന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ അല്ലേ. സോ നേരെ പോവാം, 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലേഖകോ ബുവാജി കെ ഘർ മേ ഡർ ക്യൂ ലഗ്താ താ, ലേഖകൻ എന്താണ് ബുവാജിയുടെ വീട്ടിൽ പേടിക്കാൻ കാരണം എന്ന് 2 മാർക്ക് ചോദിച്ചാൽ എന്താണ്, മന്നു ഭണ്ഡാരി എന്തുകൊണ്ടാണ് പേടിക്കുന്നത് ബുവാജിയുടെ വീട്ടിൽ പോവാൻ, ക്യൂങ്കി ബുവാജി കെ ഘർ മേ ഹർ ചീസ് എക് സമയ പാബന്ദി സെ ചലത്തെ ഹൈ. ബുവാജിയുടെ വീട്ടിൽ എപ്പോഴെന്നാണ് ഒരു സമയത്തിന്റെ ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ബുവാജിക്ക് ജോ ഘർ का होता है क्योंकि बुआजी के घर में हर चीज बहुत कायदे और नियम से होती है, വളരെ റൂൾ ആയിട്ടുള്ള എന്തൊക്കെയോ റൂളിലൊക്കെ പോകുന്നതാണ്. ഹസ്ന ജോർ സെ ബോൽന യാ ഖേൽന വഹാ മനാത്ത, ചിരിക്കുക അതുപോലെ എന്താണ് ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുക ഒക്കെ അവിടെ നിന്നാണ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അവിടെ എന്താണ് മനാഹേ എന്ന് പറഞ്ഞാൽ എന്താണ് അവോയ്ഡ് ചെയ്യത്തില്ല, ഓക്കെ മത്ലബ് ഹോത്താ അലോ ചെയ്യത്തില്ല എന്നൊരു കാര്യമാണ്. സോ ഡിനൈഡ് എന്നാണ്. ലേഖകോ ലഗ്താ താ കി വഹാ ഗൽത്തി ഹോനെ പർ സഖ്ത് സസാ മിലേഗി, വളരെ വലിയ ശിക്ഷ കിട്ടും അവിടെ ചെറിയ തെറ്റിന് പോലും. ഇസ്ലിയെ വേ ഡർത്തെ ഹേ വഹാൻ ജാനെ കെ ലിയെ, അതുകൊണ്ടാണ് ലേഖിക ബുവാജിയുടെ വീട്ടിൽ പോകാൻ പേടിക്കും, കാരണം വലിയ ശിക്ഷകൾ കിട്ടും എന്ന് പേടിച്ചുകൊണ്ടാണ്. അടുത്തതാണ്, കാരണം വളരെ ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ഒരാളാണ് ബുവ. ആശയ സ്പഷ്ടീകരേ ബുവാജി കെ സയാനേപ്പൻ കെ സാമനെ സബ്സെ ഹത്തിയാർ ഡാൽ ദിയത്തെ, ഇസ്കാ ക്യാ അർത്ഥ ഹേ. ബുവാജിയുടെ സയാനിപ്പനിന്റെ മുന്നിൽ ക്രൂക്കഡ്നെസ്സിന് മുമ്പിൽ എന്താണ്
सबने हथियार डाल दिए थे. എല്ലാവരും എന്താണ് ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറയാൻ കാരണം എന്താണ്? ബുവാജി അപ്നി ബാത് മൻവാനെ മേ ഇത്നി മാഹിർ തി. തന്റെ കാര്യങ്ങൾ മറ്റൊരാളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ ബുവാജി വളരെ മിടുക്കിയാണ്. അവർ घर को इतना अनुशासन से चलाती थी. വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് വീട് ഓടിക്കുന്നത്. പരിവാർ का कोई भी सदस्य उनके खिलाफ बोलने की हिम्मत नहीं करता. വീട്ടിൽ ആരും എന്താണ് ബുവാജിക്കെതിരെ സംസാരിക്കാൻ റെഡിയല്ല. സബ് ഉൻകി മർജി കെ ലി ഗുലാം ബൻ ഗയേ തെ. അദ്ദേഹത്തിന് അനുസരിച്ച് എന്താണ് എല്ലാവരും തൊഴിലാളികളായി എല്ലാവരും മാറിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ബുവാജിക്ക് അനുസരിച്ച് എല്ലാവരും മാറിയിട്ടുണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ ആണ് ബുവാജി ഓർ ഉൻകി പതി കെ സ്വഭാവ് മേ ക്യാ അന്തർ താ. ബുവാജി അവരുടെ ഹസ്ബൻഡിന്റെ സ്വഭാവം എന്നുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ബുവാജി എന്താണ് ബഹുത്ത് സഖ്ത് അനുശാസന പ്രിയാണ്, വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് ബുവാജി. പ്രിയ और बोलती रहने वाली महिला थी. भाई साहब എന്താണ് बहुत शांत और कम बोलने वाले थे. आर्य भाई साहब वे बुआजी के सामने दबे रहते थे और अपनी किताबें पढ़ने में ही समय बिताते. തന്റെ ബുക്കുകൾ വായിക്കാനാണ് ആര് ഹസ്ബൻഡ് ആയിട്ടുള്ള ആര് നമ്മുടെ മന്നു ഭണ്ഡാരി ജോ ബുവാജി കാ ഹസ്ബൻഡ്. ഭായ് സാഹബ് എപ്പോഴും എന്താണ് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആളാണ്, വളരെ ശാന്തമായിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ബുക്ക് വായനയിലാണ് അദ്ദേഹം, എപ്പോഴും പുസ്തക വായനയിലാണ് അദ്ദേഹം സമയം കണ്ടെത്താറ്. സോ 5 മാർക്ക്, മെയിനായിട്ട് 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബുവാജിയുടെ ചരിത്ര ചിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുവാജിയുടെ ചരിത്ര ചിത്രം. സോ അനുശാസന പ്രിയാണ്, വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബുവാജി എന്ന് പറയുന്നത്. ഉന്നെ ഹർ ചീസ് സമയ പർ और സഹി ജഗ ചാഹിത്തെ. എല്ലാ കാര്യങ്ങളും എന്താണ് സമയത്തിന് ശരിയായ കാര്യസ്ഥലത്ത് വേണമായിരുന്നു. സോ സഫായി പസന്ദ് കർത്തിത്തെ. അവരെപ്പോഴും എന്താണ് ക്ലീനിങ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗർമേ കബി ബി ഗന്ദഗി ഉന്നെ ബർദസ്ത് നഹി തി. എപ്പോഴും ഈ ഗന്ദഗി എന്ന് പറഞ്ഞ കാര്യം അവരെപ്പോഴും അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ കഠോറാണ്. വേ അപ്പിനി ബേട്ടി और പതി പർ ബഹുത്ത് സഖ്ത് കർത്തി തി. എപ്പോഴും എന്താണ് മകളെയും അതുപോലെ എന്താണ് ഹസ്ബൻഡിനെ എന്താണ് വളരെ ശക്തി കരുത്തി, വളരെ ഡിസിപ്ലിൻ ആയിട്ട് കീപ്പ് ചെയ്യായിരുന്നു. എപ്പോഴും ഹാർഡായിട്ടാണ് നിൽക്കാറ്. സയാനി എന്ന് പറഞ്ഞത് വൈസ് അല്ലെങ്കിൽ ക്ലവർ എന്നാണ് അർത്ഥം. സയാനി എന്ന് വെച്ചാൽ വൈസ് അല്ലെങ്കിൽ ക്ലവർ ആണ്. ഓക്കെ. ഗൃഹസ്ഥി ചലാനെ മേ വേ ബഹുത്ത് നിപുൺ തി. വീട് സംഭാലന, വീട് ടേക്ക് കെയർ ചെയ്യാൻ വളരെ അവർ നിപുണമായിരുന്നു. കോയ് ചീസ് ബർബാദ് നഹി ഹോനെ ദേത്തി ഹൈ. ഒരു കാര്യം വേസ്റ്റ് ആകാൻ വിടത്തില്ല. സോ മമതാക്കി കമ്മിയാണ്. ഓക്കെ. അത്യധിക് അനുശാसन के कारण उनके व्यवहार में कोमलता कम थी. आखिरकार क्या है उनके मनोभाव में जो बदलाव कोमलता हम देख लिया था. അത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പത്രലേഖനാണ്, ലെറ്റർ റൈറ്റിംഗ് ആണ്. बुआजी के घर रहने गए लेखक ने अपनी माँ को वहाँ के माहौल के बारे में बताते हुए पत्र लिखता है. वो पत्र तैयार करे എന്നാണ് പറഞ്ഞത്. ബുവാജിയുടെ ഇത് കണ്ടിട്ട് ആരെ ലേഖിക ലെറ്റർ എഴുതുവാണെങ്കിൽ യെസ്. സോ എന്താണ് എഴുതാനുണ്ട്? ഓക്കെ. पूजनीय माताजी मैं यहाँ ठीक हूँ, ഞാനിവിടെ ഓക്കെയാണ്. पर यहाँ का माहौल बहुत अजीब है. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് പ്ലേസും അതുപോലെ തന്നെ ഡേറ്റും. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഇതേ രീതിയിൽ എഴുതുന്നു. എന്താണ് പൂജനീയ മാതാജി. തൊട്ട് താഴെ തുമാരി ബേട്ടി എന്ന രീതിയിൽ എഴുതാം. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ സേവാമേ 2 അഡ്രസ്സും കൂടി എഴുതണം. ലെറ്ററിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചതാണ്. അടുത്തതാണ് ബുവാജി ബഹുത്ത് സഖ്ത് ഹൈ. വളരെ ഹാർഡാണ്. യഹാ ഹം ഖുൽക്കർ ഹസ് ഖേൽ നഹി സക്തേ. തുറന്ന് ചിരിച്ച് സംസാരിക്കാൻ കഴിയില്ല. ബായ് സാഹബ് ബി ഉൻസെ ഡർത്തെ ഹൈ. ഫുഫാജി അതേപോലെ ഒരാളെന്താണ് വൈഫിനെ പേടിക്കുന്നു. മുജെ ഗർ ബഹുത്ത് യാദ് ആയി. എനിക്കെന്താണ് വീട് വളരെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് മന്നു ഭണ്ഡാരി നമ്മുടെ ബുവാജിയുടെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് തിരിച്ച് ഒരു ലെറ്റർ എഴുതുവാണ് അമ്മക്ക്. ഞാൻ തിരിച്ച് വരണം എന്ന രീതിയിൽ അല്ലെ, വീട്ടിലെ അനുഭവങ്ങൾ വെച്ചിട്ട് അമ്മക്ക് എന്താണ് ലെറ്റർ എഴുതുവാണ്. ഓക്കെ. സോ കോൺവെർസേഷൻ ആണ്. जब बुआजी ने देखा कि नौकर से कोई कांच का गिलास टूट गया था. ഒരു ചെറിയൊരു ഗ്ലാസ് പൊട്ടിയ സമയത്ത് എന്താണ് ഒരു കൂജ. तो बुआजी उरे नौकर को क्या യെസ് ആ സമയത്ത് എന്താണ് तो बुआजी और नौकर के बीच के जो बातचीत. അപ്പൊ നോക്കറിനെ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ബുവാജി നോക്കർ നമ്മളുടെ കോൺവെർസേഷൻ ആണ്. എന്താണ് ബുവാജി ചില്ലാക്കർ, ബുവാജി ഒച്ച വെച്ചുകൊണ്ടാണ് അല്ലെ. ബുവാജി ഇപ്പൊ സന്ദർഭം ക്ലിയർ അല്ല, ഒരു കോൺവെർസേഷൻ ആണ്. ബുവാജിയും അതുപോലെ തന്നെ ആ വീട്ടിലെ നോക്കറും. കാരണം എന്താണ് നോക്കറിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിയിട്ടായിരുന്നു. അപ്പൊ ബുവാജി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആ ഒരു കോൺവെർസേഷൻ ആണ്. ബുവാജി ചോദിക്കുവാണ് ഒച്ച വെച്ചോണ്ട് ചില്ലാർക്കർ അരേ ക്യാ കിയാ ഇതെന്താ ചെയ്തേ ഫോർ ദിയാ ഗ്ലാസ് പൊട്ടിച്ചോ. അപ്പൊ നോക്കർ പറയാണ് ഡർത്തെ ഹുയേ മാലിക്കിനി ക്യാ ഹേ ഗലത്തി സെ ഹാത്ത് സെ ഫിസൽ ഗയാ. തെറ്റി പറയാതെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. യെസ്. അടുത്തെന്താണ് बुआजी गलती से तुझे पता है यह कितना महंगा था, अब तेरे वेतन से काटूंगी. നിന്റെ ശമ്പളത്തിൽ ഞാൻ പിടിക്കും എന്ന് പറയാണ്. ഗൽത്തി തെറ്റോടുകൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഗൽത്തി സെ അറിയാണ്ടോ? യെസ്. നോക്കർ മാഫ് കർ ദീജിയെ മാലിക്കിൻ ആകെ സെ ऐसा नहीं होगा. ഇനി മുന്നോട്ടുണ്ടാകത്തില്ല. ബുവാജി ചുപ് രഹ് കംജോർ കഹി കെ ചുപ് രഹ്. കംസോർ എന്ന് പറഞ്ഞാൽ വീക്കാണ്. ഇവിടെ കാംചോറാണ്. മക്കര എന്ന് പറഞ്ഞ ജോലി മര്യാദയ്ക്ക് ചെയ്യാണ്ടിരിക്കുന്ന കാംചോർ എന്ന് പറയുന്നത്. കാംചോർ എങ്ങനെയാണ് പറയുക? ഒരു പരിപാടി നേർക്ക് ചെയ്യാത്ത ആളെയാണ് കാംചോർ എന്ന് പറയുക. സോ ചുപ്ചാ കാംചോർ കഹീക്കെ എന്നാണ് പറയുന്നത്. സോ
മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തവനെ എന്ന രീതിയിൽ ശകാരിക്കുവാണ് ആര് ചെയ്യുന്നത്, ബുവാജി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ അടുത്ത ലാസ്റ്റ് ഗ്രാമർ പോർഷൻ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് വിശേഷൻ, അഡ്ജക്റ്റീവ് എന്താണ്, സയാനി എന്ന അഡ്ജക്റ്റീവ് ആണ്, സക്ത് എന്ന അഡ്ജക്റ്റീവ് ആണ്, അതുപോലെ തന്നെ എന്താണ് സുഗഡ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിൽ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ ബുവാജിക്ക് അനുസരിച്ചുള്ള ഒരുപാട് അഡ്ജക്റ്റീവ്. ബുവാജി എന്ന് പറഞ്ഞത് ആരാണ്, ആ ഒരു ബുവാജി എന്നുള്ളതിനെ സബ്ജക്റ്റിന് എന്താണ് ഒരുപാട് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയാണ്, സയാനി ഉണ്ട്, സക്ത് ഉണ്ട്, സുഗഡ് ഉണ്ട്, സ്കിൽഫുൾ ഉണ്ട്. സോ അതൊക്കെ അതിന്റെ അഡ്ജക്റ്റീവ് ആണ്. സോ അഡ്ജക്റ്റീവ് എന്താണെന്ന് തിരിച്ചറിയണം. വിശ്ലേഷൺ എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അഡ്ജക്റ്റീവ് ഫൈൻഡ് ചെയ്യുക. സോ സയാനി എന്ന് പറയുന്നത് എന്താണ്, അതിന് എതിർത്ത് എന്താണ്, സയാനി എന്ന് പറഞ്ഞതിന്റെ എതിർത്ത ഓപ്പോസിറ്റ് ശബ്ദം എന്താണ്, നാദാൻ, മൂർക്ക്, വിഡ്ഢി എന്നാണ്. സയാനി എന്ന് പറഞ്ഞാൽ ക്ലവർ ആണ്, വൈസാണ്. അതിന് ഓപ്പോസിറ്റ് ആണ്. ആന്റോണിംസ് ആണ്, സിനോണിംസ് അല്ല, ആന്റോണിംസ് ആണ്, വിപരീത ശബ്ദമാണ് നോക്കുന്നത്. സഫായി എന്ന് പറഞ്ഞാൽ എന്താണ്, വൃത്തി, ഗന്ദഗി, അഴുക്ക്. ഡർ എന്ന് പറഞ്ഞാൽ പേടി, സാഹസ്, നിഡർദ, പേടിയില്ലായ്മ. പ്രശംസ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സെപ്റ്റ് ചെയ്യുക. നിന്ദ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, അംഗീകരിക്കാതിരിക്കുക. സോ അതാണ് ഇതിന്റെ പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത്. സോ നല്ല രീതിയിൽ വൈസായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. तो बच्चों अच्छे से पढ़ लो, നല്ല രീതിയിൽ പഠിക്കൂ. ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടും. നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. तो बच्चों मिलते हैं अगली वीडियो में. അടുത്തൊരു വീഡിയോയിൽ കാണാം. നേരെ 5ാമത്തെ യൂണിറ്റിലെ ബാക്കിയുള്ള ഒരു ചാപ്റ്റർ കൂടി ഞാൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. വരുന്ന സമ്മറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിംഗ് വീഡിയോസിലൊക്കെ നോക്കാം. സോ ഈ ഒരു വീഡിയോ എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാം. സോ അപ്പോൾ जो दोस्त भी जीतने से हम भी जीत जाते हैं. रेडी बच्चों, तो मिलते हैं. थैंक यू, धन्यवाद, जय हिंद.